സോ വീക്ക് സ്റ്റാർട്ട് അയക്കുന്നത് റെഡിലാണ്. ഇന്ന് ഒരു ട്രേഡ് എടുത്തുള്ളൂ, അത് ലോസ് ആയിരുന്നു. സോ അതിൻ്റെ ഒരു അനാലിസിസ് ആണ് ഞാൻ ജസ്റ്റ് ഇത് എന്ത് റീസൺസ് കൊണ്ടാണ് ഞാൻ ആ ട്രേഡ് എടുത്തതെന്നും എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയതെന്നും കൂടെയാണ് ഞാൻ കാണിക്കുന്നത്. സോ അത് എന്തെങ്കിലും പഠിക്കാൻ പറ്റുമെങ്കിൽ യു ഗൈസ് ക്യാൻ ഓൾസോ ലേൺ. സോ ഈ ഒരു റേഞ്ചിലായിരുന്നു നമ്മൾ എൻട്രി എടുക്കാൻ പ്ലാൻ ചെയ്തത്. സോ ഞാൻ ആദ്യം പ്ലാൻ ചെയ്ത സമയത്ത് ഇവിടെ വരെ ഉള്ളായിരുന്നു ഈ റേഞ്ച്. സോ ഞാൻ ഈ റേഞ്ചിൻ്റെ പ്രീമിയത്തിനകത്തോട്ട് പ്രൈസ് വന്നിട്ട് താഴോട്ട് ഡെലിവറി ചെയ്യുന്ന ബിയറിഷ് പ്രൈസ് ആയിരുന്നു ഹയർ ടൈം ഫ്രെയിം വെച്ചിട്ട്. പക്ഷേ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് മേളിൽ വരെ ഞാൻ എക്സ്പെക്ട് ചെയ്ത OT വരെയാണ്. പക്ഷേ ഈ ഒരു വീക്ക്ലെസ് ക്യാൻഡിൻ്റെ അവിടെ വരെ പ്രൈസ് ഡെലിവറി ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചു. സോ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ 183 പിപ്സ് ഉണ്ട്. നല്ല ഹ്യൂജ് റൺസ് ആണ് മാർക്കറ്റ് ഇപ്പോൾ തരുന്നത്. സോ നമുക്ക് റീട്രേസ്മെൻറ്റ് എടുത്താൽ പോലും മതി, അതൊന്നും തന്നെ ഇറങ്ങാലോ എന്നുള്ള ഒരു കോൺഫിഡൻസിലാണ് ഞാൻ അത് ട്രേഡിൽ എൻട്രി ചെയ്തത്. അപ്പോൾ 1 മിനിറ്റിൽ നമുക്കൊരു SMTയും കണ്ടു. ആൻഡ് ഓൾസോ നമുക്ക് ഇവിടെ ഒരു ചേഞ്ചിങ് സ്റ്റേറ്റ് ഉണ്ട്. ഇവിടെ നിന്നൊരു ചേഞ്ചിങ് സ്റ്റേറ്റ് നമുക്ക് മേളിലേക്ക് തന്നിട്ടുണ്ട്. ആൻഡ് ഈ റേഞ്ചിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ OT വന്നിട്ട് റിജക്റ്റ് ചെയ്യുവാണ്. ഇവിടെ ഒരു ബ്രേക്കർ ഉണ്ടായിരുന്നു. ഇതൊന്ന് താഴോട്ട് റിജക്റ്റ് ചെയ്തതിന് താഴോട്ട് തന്നെ എടുക്കാനായിരുന്നു പ്ലാൻ. പക്ഷേ ബ്രേക്കർ ഹോൾഡ് ചെയ്യാതെ അത് മേളിലേക്ക് താഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്തെന്ന് പറയുന്ന സിനാരിയോ വെച്ചിട്ട് പറയുകയാണ്. അപ്പോൾ ഈ ബ്രേക്കർ ഹോൾഡ് ചെയ്തില്ല. അപ്പം ഞാനത് ബുള്ളിഷ് ആയിരിക്കും എന്ന് ഓർത്ത് ഇവിടെ നിന്ന് എൻട്രി എടുത്തു, മേളിലേക്ക് എൻട്രി എടുത്തു. ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയയിൽ ഇതിൻ്റെ അണ്ടറിൽ SL വെച്ചിട്ട് എൻട്രി എടുക്കുമായിരുന്നു. നമുക്ക് ടാർഗറ്റ് ഈ ഒരു ഹൈ ആയിരുന്നു, ഇവിടെ ആയിരുന്നു. ഇതായിരുന്നു ആ ഒരു ട്രേഡ്. 1:2.8 ഉണ്ടായിരുന്നു. ഇതായിരുന്നു പ്ലാൻ ചെയ്ത ട്രേഡ്. ബട്ട് ഇറ്റ് ഡിഡ്ന്റ് വർക്ക് ഔട്ട്. പ്രൈസ് എന്നാ ചെയ്തെന്ന് പറഞ്ഞാൽ പ്രൈസ് ഇവിടുന്ന് സിൽവറിനകത്ത് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനകത്ത് 15 മിനിറ്റിൻ്റെ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിനകത്ത് വന്നു. നമ്മൾ ഗോൾഡിനകത്ത് അതിനകത്ത് വന്നില്ല. ഗോൾഡിനകത്ത് വരാതെയാണ് താഴോട്ട് ഡ്രോപ്പ് ചെയ്തത്. സോ അവിടെ നിന്ന് ഒരു SMT താഴോട്ട് ഫോം ചെയ്തായിരുന്നു. നമുക്ക് അവിടെ നിന്ന് ചേഞ്ച് ചെയ്തിട്ട് മൊത്തത്തോടെ ബിയറിഷ് സ്ട്രക്ചർ ആയിരുന്നു. ആൻഡ് ഓൾസോ ഞാൻ ഇഗ്നോർ ചെയ്തൊരു ഫാക്ട് എന്ന് പറഞ്ഞാൽ ഡോളർ ആക്ച്വലി നല്ല രീതിയിൽ ബുള്ളിഷായിട്ട് പുഷ് ചെയ്ത് വെച്ചിരിക്കുക. ആൻഡ് ഓൾസോ സിൽവർ കുറച്ച് താഴോട്ട് ഇറങ്ങി നിൽക്കുക. സോ അതിനെ രണ്ടിനെ ഇഗ്നോർ ചെയ്തിട്ട് ഞാനൊരു ഇല്ലാത്ത ട്രേഡ് സെറ്റപ്പ് അവിടെ കാണുകയായിരുന്നു. സോ അതിൽ എൻ്റർ ചെയ്തു. ഇറ്റ് വാസ് മിസ്റ്റേക്ക് ഫ്രം മൈ സൈഡ്. അതുകൊണ്ട് തന്നെ പ്രൈസ് തന്നെ ആയത്. പ്രൈസ് ഈ ഒരു റേഞ്ചിൻ്റെ OT വന്നിട്ട് താഴോട്ട് ഡ്രോപ്പ് ചെയ്തു. ഈ ബ്രേക്കറിൽ തന്നെ താഴോട്ട് എടുത്താൽ ഓക്കെ ആയിരുന്നു. പക്ഷേ അന്നേരം ഒരു വിഷയം നമ്മൾ ഡിസ്കൗണ്ടിൽ നിന്നാണ് സെല്ല് ചെയ്യുന്നത് എന്നുള്ളൊരു വിഷയമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് തന്നെ പ്രൈസ് വന്നു. ഞാൻ പറഞ്ഞല്ലോ മേളിലേക്ക് വന്നിട്ട് പ്രീമിയത്തിൽ വരാതെ താഴെ ഡിസ്കൗണ്ടിലേക്ക് പോകത്തില്ല. സോ ഇവിടെ ഒരു ഇക്വിലിബ്രിയം ടാപ്പും ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഒന്നുകൂടെ പുഷ് ചെയ്ത് ഇതിനകത്തോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഞാൻ ഈ ട്രേഡ്സ് ഒന്നും എടുക്കുന്നില്ല. നമുക്കൊരു ലോസ് ഉണ്ടായി. ഇറ്റ്സ് ഓക്കെ, ഇറ്റ് ഹാപ്പൻസ്. സോ ആ ഒരു മൈൻഡ് സെറ്റ് അഡാപ്റ്റ് ചെയ്യുക. നാളെ ഇനി മാർക്കറ്റ് ഉണ്ട്. വെറുതെ ഇന്ന് പോയി കഴിഞ്ഞാൽ ആ ലോസ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അഗ്രസീവായിട്ട് കയറി അടുത്ത പണി വാങ്ങിക്കണ്ട. സോ ഞാനിപ്പോൾ താഴേക്ക് റൺ ചെയ്യുവാണല്ലോ, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എൻട്രി എടുക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഇവിടെ വെച്ചിരുന്നെങ്കിൽ റിവെഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റിവെഞ്ച് ചെയ്യുന്ന സിനാരിയോ പറയുക. ഇവിടെ വെക്കുക. അതുകൊണ്ട് ഇവിടുത്തെ ഇപ്പം പിപ്പിൻ്റെ വാല്യൂ തന്നെ നോക്കിയാൽ 59 പിപ്പ് SL വാല്യൂ ഉണ്ട്. സോ അതിനകത്ത് എൻട്രി ചെയ്യുന്ന ഞാൻ 59 മണ്ടയിലേക്കൊക്കെ SL കൂടില്ല. സോ അത് കൂടി എൻട്രോ. സോ ഇപ്പം ഞാൻ താഴോട്ടേക്ക് ഞാൻ പറഞ്ഞ ഈ ബയസിലേക്ക് ഗ്രീഡി ആയിട്ട് ഇത്രയും വെക്കുമെന്ന് വിചാരിക്കുക. ആസ് യു ക്യാൻ സി ഇവിടെ വന്നു, ഒന്ന് റിജക്ട് ചെയ്തു. നമുക്ക് പോസിറ്റീവ് ആണല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ അത് തിരിച്ചു വന്ന് മേളിലേക്ക് ടാപ്പ് ചെയ്യും. സോ പ്രൈസ് എപ്പോഴും പ്രീമിയം ഡിസ്കൗണ്ടിലേക്കാണ് മൂവ് ചെയ്യുന്നത്. നമുക്കിവിടെ തെറ്റിപ്പോയി, ഇറ്റ്സ് അക്സെപ്റ്റബിൾ. നമുക്ക് ഐ എം ഓൾസോ ഹ്യൂമൻ. സോ എറേഴ്സ് ഒക്കെ സംഭവിക്കാം. സോ അങ്ങനെ സംഭവിച്ച എററാണ്. ബട്ട് ദാറ്റ്സ് ഓക്കെ. നമുക്ക് ഇനിയും ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നാളെ ഇനിയും ട്രേഡ് ഉണ്ട്, നാളെ എടുക്കാം. സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ഒരു ഓവറോൾ ഇന്നെടുത്ത ട്രേഡ്. സോ ഞാൻ ലോസസ് വരുമ്പോൾ മെയിനായിട്ട് റെക്കോർഡ് ചെയ്യുന്ന റീസൺ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ എന്ത് മിസ്റ്റേക്സ് വരുത്തിയെന്നും കൂടെ കാണിക്കാം എന്നുള്ള രീതിയിലാണ് ഞാനത് റെക്കോർഡ് ചെയ്യുന്നത്. നാളെ ഇനി റെക്കോർഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്യാം. എല്ലാം നമുക്ക് ട്രേഡ് എടുത്തതിന് ശേഷം മാത്രമായിരിക്കും. ഞാൻ ലൈവായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന വീഡിയോസ് ഒന്നും എടുക്കില്ല. കാരണം ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. എനിക്കൊരു പ്രഷർ പോലെ തോന്നും ഞാനിപ്പം അങ്ങനെയെല്ലാം റെക്കോർഡ് ചെയ്യുവാണെങ്കിൽ. സോ വിൻ ചെയ്യണമല്ലോ എന്നുള്ള മൈൻഡ് സെറ്റൊക്കെ വരും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രേഡ് എടുത്തതിന് ശേഷം എന്താണ് നടന്നതെന്നുള്ള കാര്യം ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു. സോ ദിസ് ഇസ് ഇറ്റ് ഫോർ മീ ടുഡേ. ദാറ്റ്സ് ഹൗ ഐ എൻഡഡ് ദ ഡേ. ബൈ.